ഞാൻ മോഹനകൃഷ്ണൻ താമസിക്കുന്നത് മലപ്പുറത്താണ്. ഞാനിങ്ങനെ ഒരു ചെറിയൊരു വീട്, ഒരു സിംഗിൾ റൂം, ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് പോലെ ഒരു വീടുണ്ടാക്കി താമസിക്കണം എന്നുള്ള ഇതിൽ കുറച്ച് ഫർണിച്ചർ വേണമായിരുന്നു. കുറച്ച് വെറൈറ്റി ആയിട്ടും നല്ല ബ്രാൻഡഡ് ആയിട്ടും എന്നാൽ എക്കണോമിക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ കണ്ണൂരാണ്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി ഭേദം വിലയുടെയൊക്കെ കാര്യത്തിൽ മലപ്പുറം കുറച്ചുകൂടി റീസണബിളാണെന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ 10-30 വർഷത്തോളം ഇവിടെ താമസിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം, ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഏറ്റവും കൂടുതലുള്ളത് നവമാധ്യമങ്ങളാണല്ലോ. ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള. അപ്പോൾ അങ്ങനെ ഞാനൊരു റീൽസ് കാണുകയാണ് റൂമിയെക്കുറിച്ചിട്ട്. അപ്പോൾ ഈ ആവശ്യങ്ങളുണ്ടാകുമ്പോഴാണല്ലോ നമ്മുടെ അടുത്തേക്ക് വരിക. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വിസിറ്റ് ചെയ്യാം, എന്താണ് അവിടുത്തെ സാധ്യത. വെറുതെ വിലയൊക്കെ അന്വേഷിച്ച് എങ്ങനെയുണ്ട് എന്നറിയുക എന്നുള്ള വളരെ ചെറിയ ലക്ഷ്യത്തിലാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. വാങ്ങിക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും സത്യത്തിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്നു. പക്ഷേ വന്നപ്പോൾ തന്നെ ഒരു സലാം എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു എന്നെ ആദ്യം വിളിച്ചത്. വളരെ സ്നേഹത്തോടെ വന്ന് ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ നോക്കാനാണ് വന്നത് കേട്ടോ. കാരണം അവസാനം ഇതൊക്കെ നോക്കിയിട്ട് വിലയൊക്കെ കുറേ ചോദിച്ചിട്ട് അവർക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിലോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം പലപ്പോഴും അങ്ങനെയാണല്ലോ, അയാളെ വെറുപ്പിച്ചിട്ട് പോകുമ്പോൾ അയാളുടെ മനസ്സിലൊരു വിഷമം ഉണ്ടാവും. പ്രത്യേകിച്ചിട്ട് ഈ റംലാൻ കാലത്ത് വിശന്നിരിക്കുന്ന ഒരാളെ വിഷമിപ്പിക്കേണ്ടതെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ജസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ ഒരു വിഷമമില്ലാതെ കാണിച്ചു തന്നു. അപ്പോൾ ചുരുക്കത്തിൽ എന്ത് പറയണം, ഒരു അരമണിക്കൂർ കൊണ്ട് എനിക്ക് ആവശ്യമുള്ളൊരു ഡൈനിങ് ടേബിളും ഒരു കട്ടിലും ബെഡും ഒക്കെ സെലക്ട് ചെയ്ത് അതിൻ്റെ അഡ്വൈസും കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഇത്രയും നല്ലൊരു പെരുമാറ്റവും നല്ലൊരു സ്ഥലവും. പിന്നെ വേറൊരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഒട്ടുമിക്ക പ്ലാസ്റ്റിക് സാധനങ്ങളെ നോക്കിയത് എല്ലാം ബ്രാൻഡഡാണ്. സെല്ലോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ അങ്ങനെയൊക്കെയുള്ള നല്ല ബ്രാൻഡഡ് മെറ്റീരിയലാണ് ഞാൻ കണ്ടതൊക്കെ. എന്തായാലും കുട്ടികൾ വളരെ പോസിറ്റീവാണ്. എനിക്ക് തോന്നുന്നു ഒരു നല്ല സ്ഥാപനമാവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ റൂമിൽ കാണുന്നുണ്ട്. താങ്ക് യു. ഇനി ഇത് കേൾക്കുന്നവർക്കും സഹായമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്